കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണെന്ന് പഠിച്ചു. ഈ ഒരു സെഷനിൽ നമ്മൾ റൺ ടൈം പോളിമോർഫിസം ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് എന്താണ്? റൺ ടൈം പോളിമോർഫിസമാണ്. നമുക്കൊരു പ്രോഗ്രാം ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഞാനൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് എ. ഇതിനുള്ളിൽ തന്നെ ഞാനൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ നൽകുകയാണ്. void show. ഇതിനുള്ളിൽ ഞാനൊരു മെസ്സേജ് പാസ് ചെയ്യുന്നു. I am from base class. derived class create ചെയ്യുന്നു. class b public a. then ഇതിൽ ഞാൻ എൻ്റെ ആക്സസ് സ്പെസിഫയർ പറഞ്ഞു നൽകുന്നു പബ്ലിക്. അതിനുശേഷം എൻ്റെ ബേസ് ക്ലാസ്സിൽ നൽകിയ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ ഇവിടെ നൽകാനായിട്ട് പോകുന്നത്. void show ഇതിനുള്ളിൽ ഞാൻ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. I am from derived class. ഓക്കെ, ഇനി എൻ്റെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. int main return 0. ഓക്കെ, ഇനി ഞാൻ എൻ്റെ പേരൻ്റ് ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. a obj then obj.show. എൻ്റെ പേരൻ്റ് ക്ലാസ് ഒബ്ജക്റ്റ് ആണ്. ക്ലാസ് ഒബ്ജക്റ്റ് ഇതെനിക്ക് പോസിബിൾ ആണ്. ഓക്കെ, നമുക്കൊന്നത് കമ്പൈൽ ചെയ്യാം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ഐ ആം ഫ്രം ബേസ് ക്ലാസ് എന്ന് പറഞ്ഞ മെസ്സേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എൻ്റെ ചൈൽഡ് ക്ലാസ്സിലും എനിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചൈൽഡ് ക്ലാസ് ഒബ്ജക്റ്റ് ക്ലാസ് ഒബ്ജക്റ്റ്, അതായത് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആയ ബിയിൽ നിന്ന് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബി obj2 then obj2 dot show. സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ കോൾ ചെയ്യുന്നത്, ബട്ട് ഏത് ക്ലാസ്സിലായിരിക്കും ഞാൻ കോൾ ചെയ്യുന്നത്? അതായത് എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഷോ ആയിരിക്കും ഞാനിവിടെ കോൾ ചെയ്യുന്നത്. നമുക്ക് കമ്പൈൽ ചെയ്യാം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ് I am from ബേസ് ക്ലാസ്, I am from derived class. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇതിനെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്? അതായത് റൺ ടൈമിലായിരിക്കും ഏത് ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അതിനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫംഗ്ഷൻ ഓവർ റൈഡിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ ബേസ് ക്ലാസ്സിൽ ഞാനൊരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്, അതിനെ തന്നെ ഞാനിവിടെ എൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ കോൾ ചെയ്യുന്നു, ബട്ട് അതിൻ്റെ കണ്ടൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും, റൺ ടൈമിലായിരിക്കും ഇത് ഡിസൈഡ് ചെയ്യുക ഏത് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് കോൾഡ് റൺ ടൈം പോളിമോർഫിസം. ഓക്കെ, ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക.